അശ്വം പോയില്ലേ? അപ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ കമൻറ്റിന് ഇഷ്ടപ്പെടാത്ത കണ്ടു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ മറുപടി പറയാറുണ്ട്. ഇത് നമുക്ക് തിരിച്ച് എല്ലാവരും കമൻറ്റിൽ കൂടെ തന്നെ ഇതിന് പ്രസി മറുപടി പറയണം എന്ന് പറഞ്ഞൊരു വിഷയമാണ് കേട്ടോ അത്. അതെന്താണെന്നറിയോ? ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ വേറൊരു ചാനലിൽ ഇതേപോലെ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ചാനലിലത്തെ വീഡിയോ അത് അവർക്ക് ഇഷ്ടമുള്ള തമ്പനയിലാക്കിയിട്ട് വേറൊരു ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം വിഷമമുണ്ട് എന്നറിയോ അങ്ങനെ ചെയ്യണതിന്? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഓരോ വീഡിയോസ് ചെയ്യുന്നത്. അത് തുടക്കം മുതൽ കാണുന്ന കൂട്ടുകാർക്കറിയാം. ഇതൊരു കോപ്പി അടിച്ചിട്ട് അപ്പുറത്തേക്ക് ഇടാൻ നിങ്ങൾക്ക് സുഖമാണ്, അതിനൊന്നും അധികം ചിലവില്ലല്ലോ അല്ലമ്മ. അതിന് ചിലവല്ല, അതിന് പണിയില്ലല്ലോ. എന്താണ് ഇത്ര തിരക്ക്? എനിക്ക് മനസ്സിലാവാത്തതാണ്. എന്തിനാ ഈ തിരക്ക് കൂട്ടുന്നത്? ആകെ 17 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ 7 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ. ഇന്നലെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണോ? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഇന്നലെയല്ലേ? ഇന്നലെ വരയ്ക്ക് നമ്മൾ 2 ചാനലായിട്ട് അപ്ലോഡ് ചെയ്ത 7 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ എന്തിനാണ് ഈ തിരക്ക്? ഇത്ര തിരക്കുള്ളവരൊക്കെ എന്തിനാണ് ഈ ചാനൽ തുടങ്ങാൻ നിൽക്കണം? അതിൽ രസം ഇന്നലെ ഇട്ട വീഡിയോയുടെ തമ്പനയിൽ ഞാനും കുഞ്ചൂസ് ഫാമിലിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയും. എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. ഞങ്ങൾ കണ്ടിട്ടില്ല. അവരെവിടെയുള്ളവരാന്നറിയില്ല, അവരാരാന്നറിയില്ല, അവരെന്താന്നൊന്നും അറിയില്ല. ആങ്ങളുടെ ഭാര്യ, അളി പെങ്ങളോ ആങ്ങളുടെ ഭാര്യയെ ഏത് വകയിലാണ്? വലിയച്ഛൻ ചെറിയച്ഛൻ മക്കളോ? ആരാണ് നിങ്ങൾ? മനസ്സിലാവണില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്ത എന്തിനാണ് തിരക്കൂട്ടുന്നത്? നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ വ്ളോഗർ ആകണം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് കഷ്ടപ്പെടണം. അല്ലാണ്ട് നമ്മളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിമുളിച്ചെന്നല്ല, പെട്ടെന്ന് നമ്മളുകൊണ്ട് വന്ന് എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് തുടങ്ങിയെന്നല്ല. 2018 തുടങ്ങിയതാണ് നമ്മൾ വീഡിയോ എടുക്കാൻ. 2018 വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും വീഡിയോ ഇതാവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2.5 വർഷമായിട്ടേ ഉള്ളൂ. ഈ 2.5 വർഷം എത്ര എടുത്തു എന്നറിയോ? 500 വീഡിയോക്ക് മേലെ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വീഡിയോ ട്രാക്കിൽ കയറിയത്. 500 വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു വീഡിയോ എടുക്കുക. അപ്പം ഒന്ന് ആലോചിക്കുക, 500 വീഡിയോ ആണെന്നുള്ള സമയം എത്രയാന്നുള്ളത്. പിന്നെന്താ, ഒരു വർഷത്തിന്റെ മുകളിൽ നമ്മൾ എടുക്കണ ഓരോ വീഡിയോസ് എടുക്കാതെ. അന്നൊന്നും നമ്മൾ ഷോർട്സ് എടുക്കില്ല, ലോങ് വീഡിയോ മാത്രമാണ് നമ്മൾ ഇട്ടിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫോൺ കേടുവന്ന് ഫോണില്ലാണ്ട് കഷ്ടപ്പാട് ചുരുക്കി പറഞ്ഞുതരാം. ഞാൻ പണി മാറ്റി വരുന്നത് രാത്രി 8:30 മണിക്ക് പണി നിർത്തും. 8:30 മണിക്ക് പണി നിർത്തിയിട്ട് വീട്ടിലെത്തി കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിയുമ്പോഴേക്കും സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അന്നൊക്കെ വീഡിയോ എടുത്തായിരുന്നത് ഫുള്ള് എടുക്കുക അമ്മുവാണ്. അമ്മ വീഡിയോ എടുക്കുമ്പോൾ ഒരു 15 മിനിറ്റ് വീഡിയോൻ്റെ ലെങ്ത്ത് 1.5 മണിക്കൂറോളം ഉണ്ടാവും. അത്രയും ലെങ്ത്തുള്ളൊരു വീഡിയോ നമ്മുടെ ഒരു സാധാ പഴയ ഫോൺ വെച്ചിട്ട് നമ്മൾ അന്ന് എടുത്തായിരുന്നു. ആ ഫോണിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് അങ്ങനെ വർക്കലായിരിക്കും. ആ വിറയലൊക്കെ മാറ്റി അതൊന്ന് എഡിറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യേണ്ട സമയമാകുമ്പോഴേക്ക്, എഡിറ്റിങ് കഴിഞ്ഞ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട സമയമാകുമ്പോഴേക്ക് രാത്രി 2 മണിയായിട്ടുണ്ടാവും. എല്ലാവരും കിടന്നിട്ടുണ്ട്. ഞാനവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഹാളിലിരുന്ന് ഈ സമയം വരെ ഫോണിലേക്ക് നോക്കിയിട്ട് കണ്ണൊക്കെ മഞ്ഞളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ കിടക്കുക. രാവിലെ 6 മണിക്ക് എണീറ്റ് ബാക്കി നമ്മൾ മൊബൈൽ ഡാറ്റയിലതൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് എണീറ്റ് രാവിലെ 6 മണിക്ക് എണീറ്റ് തമ്പനയിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് എനിക്ക് പണിക്ക് ഞാൻ എത്തുമ്പോൾ എല്ലാവരും 8:30 ഞാൻ 9 മണിക്കാണ് സൈറ്റിലേക്ക് പണിക്ക് എത്തുക. നമ്മൾ ഒരു 1-2 ദിവസമല്ല, ഈ 500 വീഡിയോയിൽ 400 വീഡിയോൻ്റെ കഥ എങ്ങനെയാണ്? അത്ര ബുദ്ധിമുട്ടിൽ നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. അതും 1000 രൂപ കൂലി കിട്ടുമ്പോൾ അതിൽ 500 രൂപ ഒരു വീഡിയോൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചിലവായിരുന്നു. ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട വീഡിയോ ആകുകൊണ്ട് ഇറച്ചിയാണോ വെച്ചാൽ മീനാണോ വെച്ചാൽ ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ കൂട്ടുകൂടുമ്പോൾ അല്ലേ, ചില സമയത്ത് ചിലവർ ചോദിക്കും എന്താ നിങ്ങൾ ഈ കുറച്ച് വാങ്ങണമെന്ന്. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. എന്തിനാ നമുക്കിത് തുറന്നു പറയുന്നതിന് ഒരു മടിയില്ല കേട്ടോ. നമ്മളായി തീർന്ന് അത്ര ബുദ്ധിമുട്ടിയിട്ടാ. ഇതിപ്പോൾ ആകെ 17 വീഡിയോയിലെ 10 വീഡിയോ ആണ് അവരുള്ളൂ. ബാക്കി 7 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇങ്ങനെ ഒരാളെ മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ചിട്ടോ ഒരാളത്തെ കളവ് പറഞ്ഞിട്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിലനിന്ന് പോകാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഇതിൽ വേറെ സംഭവമുണ്ട്. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ മോണിറ്റൈസേഷൻ ഇവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവരെന്ത് വിചാരിച്ചിട്ടാണ് ഈ അപ്ലോഡ് ചെയ്യുന്നത്? 7 വീഡിയോ അപ്ലോഡ് ചെയ്ത് 7 വീഡിയോന് കോപ്പി റൈറ്റ് ഉള്ളതാണ്. നമ്മുടെ വീഡിയോ അത് ആർക്ക് പോസ്റ്റ് ചെയ്താലും അതിന് കോപ്പി റൈറ്റ് വരുന്നതാണ്. അപ്പോൾ അവർക്ക് എന്ത് ഉപകാരം കൊണ്ടല്ല നമ്മളെ ഉപദ്രവിക്കുക എന്നല്ലാണ്ട് എന്ത് ഉപകാരമുള്ളത്? അവർ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അതിൽ അടിയിൽ കമൻറ്റ് ചെയ്തു. നമുക്ക് ഫസ്റ്റ് വീഡിയോ അവർ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു. ഞാൻ അതിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങൾ ഈ ചെയ്യുന്നത് മണ്ടത്തരാണ്. കാരണം നിങ്ങൾക്ക് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകും. നാളെ സങ്കടപ്പെടാനുള്ള ഇടവരരുത്.
ഇതിന് നിൽക്കണ്ട, ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ഇട്ട് വേഗം ഒരു കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, അതൊരു പാവം പിടിച്ചൊരു ആളാണ് ഇട്ടിരിക്കുന്നത്, അതിൻ്റെ പിന്നാലെ പോകരുത് പ്രസീത, കാരണം അവർക്ക് അറിയാത്ത കൊണ്ടാണ് വേറൊരാളുടെ വീഡിയോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യോ. ഞാൻ അതാ അറിയാത്ത വീഡിയോ ഇടുകയെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ കമൻറ്റ് ഞാൻ പറഞ്ഞതാ, നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ പിന്തിരിഞ്ഞോളും, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾക്ക് നാളെ കൊണ്ട് ദോഷമുള്ളൂ, നിങ്ങൾക്ക് ഒരിക്കലും ചാനൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ടുണ്ടാവും, അതുകൊണ്ട് ഇത് ചെയ്യാൻ നിൽക്കരുതേ എന്ന് പറയുമ്പോൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് അറിവില്ലാത്ത ഒരാളാണോ ഇത് ചെയ്യുന്നത്? അറിവില്ലായ്മയും കൊണ്ടല്ല. അപ്പം അത് നമ്മളിപ്പോൾ ഇതില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും അല്ല പറയണത്. അതും അതിലിട്ടാണ് തമ്പനയിലുകൾ എങ്ങനെയാണെന്ന് അറിയോ? കുഞ്ചൂസ് ഫാമിലിയുടെ വരുമാനം, കുഞ്ചൂസ് ഫാമിലി യൂട്യൂബ് വരാം, 2 ചാനലിൽ നിന്ന് ലക്ഷങ്ങളുടെ വരുമാനം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തമ്പനയിലിടണമെന്നുണ്ടെങ്കിൽ അറിവില്ലാത്ത ഒരാളാണ് അത് ചെയ്യുന്നത്. പിന്നെന്താ, സുകന്യക്കും പഠിക്കണ്ടേ, സുകന്യക്കും പഠിക്കണ്ടേ, പുതിയ 2 വീടായാൽ ഇങ്ങനെയൊക്കെയാണ് കുഞ്ചൂസ് ഫാമിലി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെയൊക്കെ പറഞ്ഞ തമ്മിൽ അറിവില്ലാത്ത ഒരാൾ ചെയ്യുന്നതാണോ അത്? അവരപ്പം മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ട് ചെയ്ത് തന്നെയാണ്. സബ്സ്ക്രൈബേഴ്സ് സബ് കയറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ വീഡിയോയ്ക്കും കോപ്പിറൈറ്റും കാര്യങ്ങളും ചെല്ലുകൊണ്ടാണ് അവർ ആ വീഡിയോ കളഞ്ഞിരുന്നത്. ഇതൊക്കെ കളഞ്ഞാൽ ഇതിൻ്റെ കോപ്പിറൈറ്റും കാര്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ടാവും. അവർക്ക് നാളെ നിന്നൊരു വരുമാനം കിട്ടുന്ന രീതിക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ യൂട്യൂബിന് നിയമവും കാര്യങ്ങളും ഒക്കെ ഒരുപാടുള്ളതാണ്. കണ്ടന്റ് വീഡിയോ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിട്ട വീഡിയോ ഇടാൻ പാടില്ല. അപ്പൊ അതിന് സ്ട്രൈക്ക് കിട്ടും. സ്ട്രൈക്ക് കിട്ടുമ്പോൾ നമ്മുടെ ചാനലേ പോവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കല്ല ഈ വീഡിയോ ഇടുന്നവർക്ക് അറിയില്ലേ, നമ്മൾ തന്നെ വേറൊരാളുടെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞു വെച്ചാൽ സ്ട്രൈക്ക് വീഴും. 3 സ്ട്രൈക്ക് എത്ര പ്രാവശ്യം സ്ട്രൈക്ക്. പക്ഷെ നമുക്ക് സ്ട്രൈക്ക് വന്ന കുട്ടികൾ കത്തി പിടിച്ച് നടന്നിട്ടും ചോര കാണിച്ചിട്ടൊക്കെയാണ് നമുക്ക് സ്ട്രൈക്ക് വീണത്. അല്ലാണ്ട് നമ്മൾ യൂട്യൂബ് റൂൾസിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നും ചെയ്യാറില്ല. ഒരാളുടെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. ഒരാളുടെ അയൽവക്കത്തുള്ളവരെ പോലെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് അവർ കാണിക്കുക. അവർ വീട്ടിൽ പോയിട്ട് ഇതുവരെ ഒരാളെ കാണിച്ചിട്ടില്ല. നമ്മുടെ ഫംഗ്ഷന്റെ വീഡിയോ സമയത്ത് തന്നെ എത്രയോ പേർക്ക് അത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗങ്ങൾ വരുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നല്ലാതെ നമ്മൾ അവരൊന്നും വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താ, ഒരാളെ സങ്കടപ്പെടുത്തിയിട്ട് നമുക്കൊന്നും നേടിയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മൾ. അത് മാത്രമല്ലേ, അവർക്ക് നാളേക്ക് അവരെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അവരെ കാണണം. നമ്മളവരെ ചാനൽ കൂടെ കണ്ടിട്ട് എന്താണ് കാര്യം? നമ്മളെ വീഡിയോ ഒന്നും അവർക്ക് പോസ്റ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ വീഡിയോസുകൾ നിങ്ങൾ ഇടുക. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുള്ള സ്വാതന്ത്ര്യം യൂട്യൂബ് തരുന്നുണ്ട്. അവരവരെ കണ്ടന്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം തരുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതിലൊരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ ഇന്നെ ഇഷ്ടമുണ്ട് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, കുഞ്ചൂസ് ഫാമിലി ചാനൽ കാണൂ, സപ്പോർട്ട് ചെയ്യൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ്, അങ്ങനെയൊക്കെയാണ് പറയുകയെന്ന് പറഞ്ഞു വെച്ചാൽ അല്ല, അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് പറഞ്ഞു വെച്ചാൽ അത് എന്നോട് സ്നേഹം കൊണ്ടാണ് പറയാം. ഇത് അമ്മ ഞാനും കുഞ്ചൂസ് ഫാമിലിയും തമ്മിലുള്ള എന്നെ സപ്പോർട്ട്. ഇപ്പൊ അന്നത്തെ ഒരു പ്രശ്നം വന്നപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സ് നമ്മുടെ വീഡിയോ എടുത്തിട്ടിരുന്നു. കാരണം അങ്ങനെ ചേച്ചി നമ്മൾ മരണപ്പെട്ടു പോട്ടെ എന്നൊക്കെ ഇട്ടപ്പോൾ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത്, സാധാരണ ഒരു ഫാമിലിയാണ്, നല്ല രീതിയിൽ പോണതാണ്, ഇങ്ങനെ പറയാൻ പാടില്ല ചേച്ചി, അവരെ കയ്യെ കിട്ടിയാൽ നിങ്ങൾ തല്ലിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിയാക്ഷൻ എടുത്ത് ചെയ്ത കുറേ പേരുണ്ട്. നമ്മളോട് ചോദിക്കാതെയും റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ പേടിച്ച് പോകരുത് കേട്ടോ, പേടിച്ച് വിചാരിച്ചിട്ടാ നമ്മൾ പേടിച്ച് പോവല്ല. നമ്മളിപ്പോൾ ഇവരെന്നെ ഈ വീഡിയോ ഇട്ട് ഇത്ര ദിവസമായിട്ട് നമ്മളതിനെ റിയാക്ട് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം? അവരത് ഏതറ്റം വരെ പോവും നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ശരി, അവരത് ചെയ്തോട്ടെ. ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതാണ് അവർ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും കാര്യം ചെയ്തോട്ടെ. നോക്കുമ്പോൾ ഓരോ ദിവസവും നെഗറ്റീവായിട്ട് നമുക്ക് ദോഷം വരുന്ന രീതിക്ക് ഇങ്ങനെ പിന്നെ തമ്മിലിട്ടുകൊണ്ടേയിരിക്കും. എനിക്ക് ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ ചാനലിൽ നമ്മുടെ മക്കളുടെ ഫോട്ടോസ് ഇടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആരുടെ ഫോട്ടോസ് ഇടുന്നതോ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ വേറൊരു ചാനലിൽ തമ്പനയിൽ വ്യത്യാസം വരുത്തി നമ്മുടെ മക്കളെ, സുകന്യനെ, എന്നെയൊക്കെ ഇടുന്നത്, അതൊക്കെ എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്? അതെന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങളത് ചെയ്യുക? കാരണം എന്റെ ഫോട്ടോ നമ്മുടെ വീഡിയോ നമ്മളോട് ചോദിച്ചിട്ടാണല്ലോ പോസ്റ്റ് ചെയ്തത്. അങ്ങനെയാണോ പോസ്റ്റ് ചെയ്തത്? അല്ലല്ലോ. അപ്പൊ നമ്മളോട് ചോദിക്കണം, നിങ്ങളുടെ ഒരു ഫോട്ടോ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ ആരുടെയെങ്കിലും ഫോട്ടോ എന്റെ വീഡിയോയുടെ താഴെ ചെയ്യുകയാണ് പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ അനുമതി വേണോ വേണ്ടയോ? ഇതിൽ വേറെ രസം എന്താ അറിയോ, അവരുടെ വീട്ടിൽ അവർ തന്നെ ഷൂട്ട് ചെയ്ത് അവരുടെ വീഡിയോ ഉണ്ട്. അവരങ്ങനെ ഒരു 10 വീഡിയോകൾ അവരിട്ടിട്ടുണ്ട്. ബാക്കി 7 വീഡിയോ ആണ് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അവരെ കണ്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റാണ്ടല്ല. നിങ്ങളുടെ പോലെ തരം താഴാനോ നമ്മളെ കൊണ്ട് മോഷ്ടിക്കാനോ പറ്റിക്കാനോ നുണ പറയാനൊന്നും നമ്മൾ ശീലിച്ചിട്ടില്ല. നമ്മൾ ആ രീതിക്ക് ഇതുവരെ ഒരു കാര്യം ചെയ്തിട്ടുമില്ല. കാരണം ഇതിലും ഞങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ വീഡിയോസ് എടുത്തു നോക്കൂ,
നിങ്ങളുടെ ഫാമിലി കണ്ടന്റുകൾ എടുത്ത് നോക്കും, നിങ്ങൾ ചെയ്യുന്ന കുക്കിങ്, നിങ്ങളുടെ മക്കളുടെ വിശേഷങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്തു നോക്കി നോക്കൂ. സത്യം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ജയിച്ചു വരും, ഉറപ്പാണ്. അതാരും നിങ്ങൾ ആശ്രയിക്കണം. ഞങ്ങളൊക്കെ സത്യം പറയാലോ, ഞങ്ങളൊന്നും ഒരു യൂട്യൂബേഴ്സും സഹായിച്ചിട്ടില്ല. ഞങ്ങളെ ഈ സപ്പോർട്ട് ചെയ്ത് ഫുള്ള് ഈ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കുടുംബാംഗങ്ങളാണ്. ഒരു യൂട്യൂബർ ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കുക, അല്ലെങ്കിൽ തമ്പനയിൽ നിങ്ങളുടെ അങ്ങനെയാണ് ഒരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീടിന്റെ ഫംഗ്ഷൻ വന്നപ്പോൾ നമ്മൾ ഒരു യൂട്യൂബറെ വിളിക്കേണ്ട, നമ്മൾ നിങ്ങളെ വിളിച്ചെന്തുകൊണ്ടാ? ഇപ്പൊ നിങ്ങൾ ഈ നിങ്ങൾ വരാൻ വേണ്ടിട്ട് നമ്മൾ എത്ര വീഡിയോ ഇട്ടത്? ഏട്ടാ, ഇപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ എടുത്തിട്ടത് ശരി, പക്ഷെ അത് നിങ്ങൾ വേറെ വല്ല യൂട്യൂബേഴ്സിന്റെ ഇടുന്നത് പറഞ്ഞു വെച്ചാൽ നിങ്ങളിപ്പോ ഒന്ന് പഠിച്ചിട്ടുണ്ടാവും. സത്യമായിട്ടാ പറയുന്നത്, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും വേറെ ഏതെങ്കിലും രീതിയിൽ. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരാളുടെ അവസ്ഥകൾ അറിയാം, നമ്മൾ കടന്നുപോയ വഴിയാണ്. കാരണം നമ്മൾ 3 പ്രാവശ്യം ചാനൽ നിർത്തിയവരാണ്, മടുത്തിട്ട് നിർത്തിയത്. എന്താ സുകന്യൊക്കെ പഠിക്കണ്ടേന്നൊക്കെ ചോദിക്കുന്നത് എന്താ? ഇതിലേക്ക് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടൊക്കെ താണ്ടി ഇതിലേക്കൊരു വിജയത്തിൽ എത്തി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല ക്ഷമ വേണം. അതിന് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോഴും നമ്മൾ വീഡിയോ എടുക്കണതില്ലേ നമ്മുടെ സാധാ ഫോണിൽ, ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സാധാ ഫോണിൽ. ഇത്രയും കാലമായി നമുക്കില്ലേ നിങ്ങൾ പറയുന്ന പോലെ ഒരുപാട് വരുമാനം കിട്ടുക ഞങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് ഇന്നും ഇതിൽ ഈ ഇങ്ങനെ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ കൊത്തി ഞങ്ങൾക്ക് നെക്കായിരുന്നു. നിങ്ങളോട് പറയാമല്ലോ, ഒരാളുടെ കക്കാണ്ടേ മോഷ്ടിക്കാണ്ടേ പിടിച്ചു പറിക്കാണ്ടേ ഒക്കെ നല്ല രീതിക്ക് നല്ല കണ്ടന്റുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാവും, ഉറപ്പാണ്. അങ്ങനെയാണ് വിജയം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടോ ഒരാളെ മോഷ്ടിച്ചിട്ടോ പറ്റിച്ചിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ഒന്നല്ല ചെയ്യേണ്ടത്. നല്ല രീതിക്ക് നല്ല കണ്ടന്റ് ഇട്ടോളൂ, തീർച്ചയായിട്ടും വിജയം കിട്ടും. അപ്പം ഒരു കാര്യം കൂടി ഇതിൽ നമ്മളോട് എത്രയേ കൂട്ടുകാർ വന്നിട്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യുകയും നമുക്കൊരു സബ്സ്ക്രൈബ് ചെയ്ത് വിടേ വേണ്ടുള്ളൂ. ഞാനല്ലേ അത് ചെയ്ത് വിടാറുണ്ട് കേട്ടോ. എത്രയേ പേര് ചോദിക്കണവരൊക്കെ നമ്മൾ കമൻറ്റ് ഇടാനൊന്നും ചെയ്യാറില്ല, ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് വീഡിയോസ് കാണാറുണ്ട്. നമ്മൾ രക്ഷപ്പെടുന്ന പോലെ വേറുള്ളവരും രക്ഷപ്പെടുത്തുന്നതെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇത് നിങ്ങൾ വീഡിയോ ഇടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഞാൻ ഒരു കാര്യം കൂടി പറയാം. എല്ലാവരും കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു, സുകന്യ ചാനൽ തുടങ്ങിയതാണോ ചേച്ചി, സുകന്യ ചാനൽ തുടങ്ങിയതാണ്. അതാണ് ഞങ്ങള് ഇപ്പൊ ഞാൻ പറയില്ലേ, ഞങ്ങൾ 2 ഫോണിലും ഒരു ഫോണിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ 2 ഫോണെന്ന് പറയാം, ഒരു ഫോണിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ അനിയേട്ടനാണ് ഇതിൽ വരെ എഡിറ്റിങ്. ഞങ്ങൾ വീഡിയോ എടുത്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യാറുള്ളൂ. അപ്പം അനിയേട്ടനില്ലേ, സുകന്യ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങുക വെച്ചാലും ഫുള്ള് റിസ്ക്കും അനിയേട്ടൻ ചെയ്യേണ്ടി വരും. സതിയേട്ടൻ ഇതിൻ്റെ ഒരു ABCD സതിയേട്ടന് അറിയില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താലും കൂടി സതിയേട്ടന് അതിനുള്ളൊരു താല്പര്യമില്ല. പിന്നെ ഇപ്പം നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും പറഞ്ഞു പോലെ ഏട്ടൻ ചെയ്യണ പോലെയൊക്കെ ചെയ്യാൻ വയ്യാന്നാണ്. ചാനൽ തുടങ്ങണമെന്ന് പറയണമെങ്കിൽ അന്ന് സുകന്യക്ക് ചാനൽ തുടങ്ങും ഒരു പക്ഷെ അവൾക്കത് വീഡിയോ ഇടാനുള്ളതും എഡിറ്റ് ചെയ്യാനും. സുകന്യ തുടങ്ങാന്ന് പറഞ്ഞാലേ തുടങ്ങാൻ പറ്റുമോ? അല്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. അല്ലാതെ നമ്മളില്ലേ നിർബന്ധിച്ചിപ്പോ തല്ലി പഠിപ്പിക്കണ നാളെ തുടങ്ങടി അവളപ്പം തന്നെ ഒരു വീഡിയോ എടുക്കാൻ വിളിക്കണമെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു 50,000 പ്രാവശ്യം വിളിച്ചാലാണ് ഒരു വീഡിയോ. അങ്ങനത്തെ ഒരാളെ എങ്ങനെ ചാനൽ തുടങ്ങാനാണ്? അതെ, സുകന്യ മെല്ലെ കണ്ടൊക്കെ സുകന്യ ചെയ്യും. സുകന്യ റെഡിയെന്ന് പറയും. സുകന്യക്ക് ഇനി പഴയ പോലെ പ്രശ്നന്മാർ സമയമാണ് ഇനി. അല്ല സുകന്യ, എന്താ നീ മിണ്ടാത്ത? ഇങ്ങനെ തന്നെ ചാനൽ തുടങ്ങേണ്ട ആള് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചാനലാണ് നീ തുടങ്ങുന്നത്? ഞാൻ പറയട്ടെ, ഒരു വീട്ടിലാണോ വെച്ചാൽ പലർക്കും പല ഇഷ്ടങ്ങളാണ്. നമ്മളില്ലമ്മ ഇപ്പോൾ അനിയേട്ടൻ എന്നെ സുകന്യ ചാനൽ തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിൽ സുകന്യ നമ്മുടെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് അത് കണ്ടാ പോരേലേട്ടാ. എന്താ ഇനി സുകന്യക്ക് എന്ന് തുടങ്ങണം, നാളെ തുടങ്ങണം, എനിക്കൊരു ചാനൽ നാളെ വേണമെന്ന് സുകന്യോട് പറഞ്ഞാൽ അപ്പം സുകന്യയുടെ ചാനൽ നാളെ റെഡിയാണ്. എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് എല്ലാം സുകന്യക്ക് എപ്പോഴും ഉണ്ടാവും. അത് ഇന്ന സമയത്തൊന്നല്ല, എപ്പോഴും ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ലാന്ന്. അതൊക്കെ ഓരോരുത്തർ അവരവരുടെ അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കേൾക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതല്ലാണ്ട് ഇതൊന്നും വിഷയമുള്ള കാര്യങ്ങളല്ല. അതൊരു വിഷയമല്ല. അതിനേക്കാൾ വിഷയമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് വിഷയമുള്ള കാര്യങ്ങൾ. കാരണം മറ്റൊരാളുടെ കണ്ടന്റ് യൂസ് ചെയ്യുക, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിക്ക് ചെയ്യുക, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുക, മറ്റൊരാൾക്ക് പാര വയ്ക്കുക, അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. ഇതൊന്നും വിഷയമുള്ള കാര്യങ്ങളേ അല്ല. അപ്പോൾ എന്തായാലും ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന, ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരായാലും ശരി, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരാളുടെ കണ്ടന്റ് എടുത്തിട്ട് ഒരാളുടെ കണ്ടന്റ് ഉണ്ട്, അതുപോലെ വേറെ എടുത്ത് ഷൂട്ട് ചെയ്തോളൂ. അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഒരു റീൽ കണ്ടിട്ട് അതുപോലെ എത്രയോ പേര് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ ഇട്ട പോലെ റീൽ എത്ര പേര് ഇട്ടിട്ടുണ്ട്. പിന്നെന്താ
നമ്മളിത് ഇന്നലെ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതൊക്കെ നമ്മൾ അറിഞ്ഞു. നമ്മളിത് പറയില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ നമുക്ക് ഫോൺ കോൾ കൂടെ അതേപോലെ തന്നെ മെസ്സേജിൽ കൂടെ ഇതിനെന്താ നിങ്ങളൊന്നും പറയാത്തത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ. നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടോളൂ. പക്ഷേ എന്താ വേറുള്ള ആൾക്കാരുടെ വീഡിയോസ് ഇടരുത് കേട്ടോ. നമ്മൾ കള്ളത്തരം മോഷ്ടിക്കാനും നിൽക്കരുത്. അത് ഇതല്ല എന്തായാലും എന്തായാലും വീഡിയോൻ്റെ കാര്യമില്ല, ഒന്നിലും ജീവിതത്തിൽ അന്യൻ്റെ മുതൽ മോഹിക്കരുത്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയണു. ചിലവർ പറഞ്ഞു കേസ് കൊടുക്കുക അങ്ങനെ കൊടുക്കുക. നമുക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. ഞങ്ങളില്ലേ ഒരു കാര്യത്തിലല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ. പക്ഷേ വേറൊരാളുടെ നിങ്ങൾക്ക് ഇതും കൊണ്ട് ഒരു 10 രൂപ കിട്ടണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ മാനദണ്ഡങ്ങൾ കുറേ വീഡിയോസ് കുറേ ആൾക്കാരുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഞങ്ങൾക്കും ആരും പറഞ്ഞു തരല്ല. ഞങ്ങൾ ഇതേപോലെ ആരുടെയെങ്കിലൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാറ് കേട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്ക് ഒരുപാട് പഠിപ്പും വിദ്യാഭ്യാസമൊന്നുമില്ല. ഞങ്ങൾ നാട്ടിൻപുറത്ത് സാധാരണ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു വീഡിയോ ചാനൽ തുടങ്ങിയിട്ട് അതൊന്നും ആവാതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് പറയുന്നത്. നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങളെ ഞങ്ങൾക്ക് അറിയില്ല, ഒന്നുമില്ല. പക്ഷെ ഇനി നിങ്ങളായിട്ട് ഒരു ബന്ധമില്ല, അതും എന്നാലും ഒരു ബന്ധമില്ല. ഇനി നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അതും വേണ്ടേ പറയുക. കാരണം ഞങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ഇഷ്ടമായത് കൊണ്ടായിരിക്കും. എന്നാലും എൻ്റെ എൻ്റെ സഹോദരിയാണോ സഹോദരനാണോ ആരാണോന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊന്നും ഒരാളെയും ചെയ്യരുത്. ഇത് നമുക്ക് കുറച്ച് ദിവസം വരുന്ന വിഷമം ചില്ലറയില്ല കേട്ടോ. കാരണം നമ്മൾ ഓരോ പ്രതീക്ഷകളാണ് എല്ലാവർക്കും. അപ്പോൾ ആ പ്രതീക്ഷകളിതാവുമ്പോൾ നമ്മുടെ ചാനൽ ഞാൻ പറയില്ലേ, നിങ്ങൾക്ക് ചാനൽ നമ്മുടെയാണ് സുകന്യയുടെയാണ് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇതാവുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ആൾക്കാർ നിങ്ങൾ വേറെ ചാനൽ തുടങ്ങിയോ, ഞങ്ങളോട് പറയാതെ നിങ്ങൾ വേറെ ചാനൽ തുടങ്ങിയില്ലേ എന്താന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കളിയാക്കണ പോലെയുള്ള ഓരോ മെസ്സേജുകൾ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നിയിട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കണ്ടൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ വീഡിയോ ഇടൂ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ വേറൊരാളുടെ കണ്ടൻറ്റ് എടുത്തിട്ട് ചെയ്യരുത്. തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ തിരുത്താനുള്ള ഒരു മനസ്സും കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നമ്മളാവുക അല്ലെങ്കിൽ ശശിയാവും നമ്മളാവുക. അപ്പോൾ ഇത് ഞാനിതിൽ എന്തെങ്കിലും അറിവില്ലായ്മയും കൊണ്ട് നിങ്ങളൊക്കെ ആർക്കെങ്കിലും ഒരു വിഷമാക്കിയിട്ടുണ്ടെങ്കിൽ സോറി പറയണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ വിഷമം വേറെ ആർക്കല്ല, വിഷമം നമുക്ക് തന്നെ ആക്കിയില്ലോ. അല്ല, നിങ്ങൾക്ക് ഇനി ഞങ്ങളുടെ പ്രവൃത്തിയും കൊണ്ട് നിങ്ങൾക്കൊരു വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയുന്നു. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസൊന്നും ഇല്ലാണ്ടല്ല കേട്ടോ. പക്ഷെ 4 ആൾ കാണുമ്പോൾ നിങ്ങൾക്കതൊരു മോശത്തരല്ലേ. നമ്മൾ എങ്ങനെ പറയുക, ഒരാളെ മോശമാക്കിയിട്ട് നമുക്ക് എന്ത് നേടിയിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അതൊന്നും വേണ്ട. നാളെ നിങ്ങൾ ഇതേപോലെ ഇനി ആവർത്തിക്കുകയാണ് പറഞ്ഞു വെച്ചാൽ എന്തായാലും ഞാൻ പറയില്ലേ, ഇത് നമ്മുടെ കൂട്ടുകാർക്കും കൂടി ഉള്ളൊരിതാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ അവരുടെ ഫോട്ടോസും അതേപോലെ അവരിട്ട അവരുടെ വീഡിയോസുകളൊക്കെ നമ്മൾ പബ്ലിക് ആക്കും കേട്ടോ. കാരണം നമ്മൾ ആരെയും ദ്രോഹിക്കാണ്ട് ഒരു മൂലയിൽ കൂടെ പോകുമ്പോൾ നമ്മളെ ദ്രോഹിക്കാൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, ഇതോടെ വിടട്ടെ, ഇതിലിനി ഒരു വർത്താനവും കാര്യങ്ങളും ഇല്ല, ഇനി ഉണ്ടായി കഴിഞ്ഞു വെച്ചാലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങളുടെ പോലെയല്ല നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് വേറൊരാളെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ ഉപദ്രവിക്കില്ല. നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാം.